ബനാറസി സ്റ്റൈലിൽ ഒരു ചെറിയായിട്ടൊരു ഡിഫറൻസ് ഒക്കെ വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് എന്നെ കൊണ്ടുവരിക. നല്ല ഭംഗിയുള്ള കുറച്ച് കളേഴ്സ്. ഇത് നമ്മൾ ആക്ച്വലി ഇതിന്റെ ഒരു വേരിയേഷൻ തന്നെ വളരെ സ്റ്റാൻഡേർഡ് ട്രഡീഷണൽ ബനാറസി ലുക്കിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ഇച്ചിരി കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡീറ്റെയിലിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ബോർഡർ തന്നെയാണ് ഇന്നത്തെ കളക്ഷന്റെ ഹൈലൈറ്റ്. ആൻഡ് ദി കളേഴ്സ് ആൾസോ ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ആൻഡ് വെയറിംഗ് വിത്ത് ഗോൾഡൻ യെല്ലോ ഷെയ്ഡ്. ഒരു മസ്റ്റേർഡ് ടോണിൽ വന്നിട്ടുള്ള ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് നല്ല ഭംഗിയുള്ള ഡിഫറെന്റ് ഫ്ലോറൽ പാറ്റേണിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൈക്രോ ഇന്റർലോക്ക് ചെയ്തിട്ടുള്ള ഫിനിഷിംഗ് ആണ് അതിന്റെ എഡ്ജിനായിട്ട് കൊടുക്കുന്നത്. നീറ്റ്ലി ഫിനിഷ്ഡ് ആയിട്ടുള്ള എഡ്ജസ്. നമുക്കൊരു വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ബോർഡറിന് മാത്രമായിട്ട് ഒരു വെയിറ്റ് വന്നിട്ട് ആ ഒരു ഭംഗിയായിട്ട് ആ പ്ലീറ്റ്സ് കിടക്കുന്ന രീതിയിലാണ് അതിന്റെ സാരി വരുന്നത്. നല്ലൊരു ജോർജറ്റ് ആണ് ആക്ച്വലി. പക്ഷെ ചെറുതായിട്ടൊരു ക്രഷ്ഡ് ഫീൽ, നമ്മളെ ഷിഫോണിലൊക്കെ കാണുമ്പോൾ ചെറിയ ക്രഷ് ഫീലും കൂടി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പവർലൂം സാരിയാണ്. ആൻഡ് ഇറ്റ്സ് എ റിയലി ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽ. നല്ലൊരു സാറ്റിൻ ഫിനിഷിങ് അതിൻ്റെ വന്നിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത്. YNG 4489 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. പ്യോർ ബനാറസിയുടെ ഒരു ലുക്കാണ്, ഖഡി ബനാറസിയുടെ ഒക്കെ ഒരു ലുക്ക് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ആൻഡ് ദ ഡ്രേപ്പ് ഓഫ് ദ സാരി ഈസ് ഓൾസോ so good. You can say it's too good actually. And long sleeves. Paisleyയും ഒരു വേരിയേഷൻ ഉള്ള പേസ്ലീസ് ആണ് കേട്ടോ. ഇറ്റ്സ് വെരി ഇൻട്രിക്കറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ലുക്ക് വരുന്നത്. ആൻഡ് ഇതിനകത്ത് നമുക്ക് 5 ഷെയ്ഡ്സ് ആണ് ടോട്ടലി കൊണ്ടുവരുന്നത്. നമുക്ക് ഇനി ഓരോ കളേഴ്സായിട്ട് കാണാം. ഞാൻ വേറെ ഇരിക്കുന്നത് ഗോൾഡൻ മസ്റ്റേർഡ് യെല്ലോ. ദെൻ വി ഹാവ് എ ബ്യൂട്ടിഫുൾ പിങ്ക് ഷെയ്ഡ്. നല്ല രസമുള്ള പിങ്ക് ഷെയ്ഡാണ്. ഡയമണ്ട് ജൂബിലിയുടെ കൂടെയൊക്കെ പെയർ ചെയ്യും. റിയൽ അല്ല, റിയൽ ആണെങ്കിലോ അല്ല നമുക്ക് എല്ലാവരും ഒരുപാട് ഓപ്ഷൻസ്. ഇപ്പോൾ വി ഹാവ് ഓപ്ഷൻസ് ആക്ച്വലി. എന്ത് രസമുള്ള ഷെയ്ഡാണെന്നാണ് ഞാൻ നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആൻഡ് അതിനകത്ത് ഫുള്ളായിട്ട് ഇതൊരു ട്രഡീഷണൽ മോട്ടീഫ് തന്നെയാണ്. ബോഡി ഫുള്ള് ട്രഡീഷണൽ മോട്ടീഫിൻ്റെ ലുക്കാണ് വരുന്നത്. ആൻഡ് ദ ഹോൾ സാരി ഈസ് അതിനകത്ത് ഈ ഒരു അപ്പോൾ ബോർഡർ കൊടുത്ത് കുത്തിനാണ് കളിക്കാൻ വരും. പിന്നെ നമുക്ക് ആ ഒരു എക്സെപ്റ്റ് ഫോർ വി ഡോണ്ട് ഹാവ് എ ബോർഡർ, ദ ഹോൾ സാരി ഈസ് ലൈക്ക് ദാറ്റ്. ഈ ആ ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ബ്ലൗസിനകത്ത് നമുക്ക് സോളിഡ് ബ്ലൗസ് സെയിം ബോർഡർ. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഇതിനകത്ത് നമുക്ക് യൂഷ്വലി നമ്മുടെ ജോർജറ്റ്സിൻ്റെ അത്ര ട്രാൻസ്പെറൻ്റ് അല്ല, ലൈറ്റ് വീവിങ് ആണ്. പക്ഷെ എന്നാലും നമുക്ക് യൂഷ്വലായിട്ട് വരുന്ന ജോർജറ്റ്സിൻ്റെ അത്ര ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല. നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആൻഡ് ഇറ്റ്സ് വെരി ഗുഡ് ടു ക്ലീൻ ഫാസ്റ്റ്. ആൻഡ് ദെൻ വി ഹാവ് ഒരു ബ്ലൂ ഷെയ്ഡ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബ്ലൂ ഷെയ്ഡ്. വയലറ്റ് ടിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ബ്ലൂ എന്ന് പറയാം. ബ്യൂട്ടിഫുൾ പല്ലു, ഷോർട്ട് ബനാറസി പല്ലു തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇത് ഫുള്ള് ഈ പ്ലെയിൻ ഏരിയ ഫുള്ള് ബ്ലൗസ് അല്ല, ഇത് കുറച്ച് ഇത്രയും ഏകദേശം കുറച്ചൊരു ഭാഗം നമുക്ക് ഒത്തു കുത്താനായിട്ട് അകത്ത് പോകുന്ന ഭാഗമാണ് കേട്ടോ. എഡ്ജസ് ഓഫ് ഫിനിഷ് മൈക്രോ ഓവർലോക്കിംഗ്. സെയിം ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് ആയിരുന്നു ഷെയ്ഡ്. ഡ്രേപ്പ് കഴിഞ്ഞപ്പോൾ എനിക്ക് കളറിനോട് സെയിം തോന്നുന്നുണ്ട്. ആൻഡ് ദെൻ we have a beautiful lavender shade. എല്ലാ കളേഴ്സും ആ ഒരു സിൽവർ ജറിയുമായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് പോകുന്നത്. ബ്ലൗസ് സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. സെയിം സാറ്റിൻ ജോർജറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. സാറ്റിൻ ജോർജറ്റ് എന്ന് പറയുന്നത് ആ ഒരു ക്വാളിറ്റി ഈസ് ഡിഫറെൻറ്റ്. നമ്മളിപ്പോൾ ഒരു ഫാബ്രിക് ഓർഗൻസ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്യുവർ ഓർഗൻസ്, സെമി ഓർഗൻസ്, certain kind of soft organs. അതുപോലെ ഒരു നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ജോർജറ്റ് ആണ്. ചെറുതായിട്ട് ഒരു ക്രഷ് ഷിഫോണിന്റെ ഒരു ടെക്സ്ചറും കൂടി അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി ഷിഫോൺ. നല്ല രസമാണ്. അതിൻ്റെ ആ ഒരു ബോർഡറൊക്കെ നമ്മൾ ഇതിനിപ്പോൾ നമ്മൾ നല്ല പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ലുക്കിൽ വരുവാണെങ്കിൽ പോലും ഭയങ്കര ഭംഗിയായിട്ട് even if you want to style it up a little bit, these are sarees which you can style in a numerous way.
we have a trend which is already in നമുക്ക് ബ്രോഡ് ബെൽറ്റ്സ് ഒക്കെ ആയിട്ട് ലെതർ ബെൽറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ സാരീസ് ആയിരുന്നു. മുന്നേ വേറൊരു ലുക്കിലായിരുന്നു നമുക്കായിരുന്നു. അതിപ്പോൾ വേസ്റ്റിന്റെ അവിടെ കുറച്ച് തിന്നായിട്ട് വന്നിട്ട് ഫ്രണ്ട് പോർഷൻ ബ്രോഡർ ആയിട്ട് വന്നിരിക്കുന്ന രീതിയിലൊക്കെയുള്ള ഒരുപാട് ഓപ്ഷൻസ് യു ഹാവ്. This is some sarees which I like to style in certain ways. So last one is a metallic soft green shade. മിന്റിനെക്കാട്ടും ഡാർക്ക് ടോണിലാണ്, കുറച്ചൊരു ബ്ലാക്ക് ചേർന്നിട്ടുള്ള ഒരു മിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ബ്യൂട്ടിഫുൾ മെറ്റാലിക്. So this is the last shade. YNGയുടെ കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആൻഡ് കൂടെ വരുന്നത് YNG 348 4489 ആണ്. പ്രസന്റ് വന്നിരിക്കുന്നത് വിത്ത് യുണീക് ബോർഡർ പാറ്റേൺ, ബ്യൂട്ടിഫുൾ ഫ്ലോറൽ ഡീറ്റെയിലിംഗ്. ഗൗരി കണ്ടോ, പേസ്റ്റൽ ടോൺസിൽ വന്നേക്കുന്ന സൂപ്പർ നെറ്റ്. ഇതും കൂടി ഇന്നും കാണിച്ചേക്കാം. ഇച്ചിരി ലേറ്റായി, കാണിക്കാം. നമുക്ക് എന്തായാലും കാണിച്ചിട്ട് പോയി അടുത്തല്ലേ. യെസ്, ഇത് സൂപ്പർ നെറ്റ് കോട്ട, എല്ലാവരുടെയും ഫേവറേറ്റ്. ലൈറ്റ് വെയിറ്റ് പ്രിന്റഡ് ബ്ലൗസ്, ക്രോഷ്യോ ലേസ്. ഒന്ന് ബോഡിയിൽ ഇൻഡിവിജ്വൽ പാറ്റേൺസും ഒന്ന് ലൈൻ പാറ്റേൺസും. അപ്പോൾ രണ്ട് കൺസേൺസ് ഉള്ളവർക്കും ഒരുപോലെ സാറ്റിസ്ഫൈഡ് ആകുന്ന ഡിസൈൻ പാറ്റേൺസ് ആണ്. ടീച്ചേഴ്സിനും സാരി ലവേഴ്സിനും ഗിഫ്റ്റിംഗ് ഓപ്ഷൻസ് ഇഷ്ടമുള്ളവർക്കും ഒക്കെ നല്ലൊരു ഓപ്ഷനാണ്. നല്ല കളേഴ്സ് ആട്ടോ എല്ലാവർക്കും. നമുക്ക് എനിക്കൊന്ന് ഈ ഷെയ്ഡൊക്കെ കുറച്ച് റെയർ ടോണുമാണ്. അതൊന്നും നമ്മളങ്ങനെ ഷെയ്ഡല്ല, ലെമണല്ലോ ഷെയ്ഡ്, നല്ല കളർ. അപ്പം നമുക്കതെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് വേഗം കണ്ടാലോ. ഈ കളക്ഷൻസിൻ്റെ എല്ലാം കോഡ് വന്നിരിക്കുന്നത് BLD എന്നുള്ള കോഡിലാണ്. ആൻഡ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1809 റേഞ്ചിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. ഇന്ന് കാണുന്നത് ഇതുപോലത്തെ ലൈൻ പാറ്റേൺസിലുള്ളൊരു ഡിസൈനും സിഗ്സാഗ് ഡിസൈൻ ആണ്. വെർട്ടിക്കൽ ലൈൻ ആണ്, സിഗ്സാഗും ലീഫും കൂടെ വരുന്ന ഡിസൈൻ പാറ്റേൺ ആണ് ഒരു ഡിസൈൻ. സെക്കൻഡ് ഡിസൈൻ വന്നേക്കുന്നത് നമ്മുടെ ഫ്രഞ്ച് പാറ്റേൺ തന്നെ ആട്ടോ ഇതിന്റെ ബ്ലൗസും. യെസ്, ഇത് സെക്കൻഡ് ഡിസൈൻ വന്നേക്കുന്നുണ്ടോ, ഫ്രഞ്ച് നോട്ടിന്റെ ഫ്ലവേഴ്സ് ഇല്ലേ, അതിന്റെ കമ്പ്യൂട്ടറൈസ്ഡ് വേർഷൻ. എനിക്ക് പെട്ടെന്ന് ഒരു ലോലിപോപ്പ് പോലെ തോന്നി. ലോലിപോപ്പ് അല്ല, മറ്റേ ആ ക്യാൻഡി കെയിൻ പോലത്തെ ഒരു ഫീലും വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് ആക്ച്വലി ബുള്ളിയൻ നോട്ട്സ് ഓഫ് മിഷൻ എംബ്രോയിഡറി ആണ്. ആൻഡ് ഇതിന്റെ അറ്റത്തും ക്രോഷ്യോ ലേസ് കൊടുത്തിട്ടുണ്ട്. എഡ്ജസ് ആണ് വന്നേക്കുന്നത്. ആൻഡ് ഇതിന്റെ കൂടെ സെൽഫ് കളറിൽ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ്. അതിന്റെ കൂടെ വീവ് ചെയ്തേക്കുന്ന ബ്ലൗസ് എന്ന് പറയുന്നത് സൂപ്പർ നെറ്റിന്റെ തന്നെ ബ്ലൗസ് ആണ്. പ്രിന്റിനകത്ത് ആ ട്വിസ്റ്റ് ഡിസൈൻ അല്ല, ഇച്ചിരി കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻസ്. നമുക്കിപ്പോൾ വേഗം ഒരു ബ്ലെൻഡഡ് കോട്ടന്റെ ഒരു ഫീലാണ് വന്നേക്കുന്നത്. അത് പ്രിന്റഡ് ആണ്, സബ്ലിമേഷൻ പ്രിന്റിനകത്ത് വന്നേക്കുന്നത്. സ്ക്രീൻ പ്രിന്റിലാണ് വന്നേക്കുന്നത്. നമുക്ക് ഇടയ്ക്ക് ആ യാൻസിന്റെ ഇടയിൽ പോകുന്നേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം വേഗം ഓരോ കളേഴ്സ് കാണിച്ചാലോ. സോ ലെമൺ യെല്ലോ ഷെയ്ഡാണ്, നല്ലൊരു പ്ലസന്റ് ടോണാണ്. ആൻഡ് നോട്ട് ടു ബ്രൈറ്റ് ആയിട്ടും വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതിന്റെ പോലെ തന്നെ ക്ലോസർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡും കൂടെ, ഇതൊരു ലെമൺ ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡ്. ലെമൺ യെല്ലോയും ലെമൺ ഗ്രീനും. അതെ, സിഗ്സാഗ് പാറ്റേൺ ത്രൂ ഔട്ട് ദ സാരിയിലുണ്ട് അല്ലേ, രണ്ട് ലെയറും. മുട്ടിന് താഴത്തോട്ടായിട്ടും അതെ, താഴത്തോട്ട് വരുമ്പോഴത്തേക്ക് മുട്ടിന് താഴത്ത്. ഇതാണ് അതിന്റെ ബ്ലൗസ്. അടുക്കി കുത്തുന്നതായിരിക്കും കേട്ടോ നല്ലത്. ലൈറ്റ് വെയിറ്റ്, ട്രാൻസ്പെറന്റ് ആണ്. യെല്ലോ കളർ ആക്ച്വലി ഇതാണ് കളർ. അടുക്കി കുത്തുമ്പോൾ ഇതാണ് നല്ല ഭംഗി. അടുക്കി കുത്തുമ്പോഴും പ്ലീറ്റ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ. പ്ലീറ്റ്സ് കിട്ടും കേട്ടോ. നമുക്ക് താഴത്തെ പ്ലീറ്റ്സ് എടുക്കാൻ ഭയങ്കര നിസ്സാരമാണ്, ഒരുപാട് സമയം എടുക്കണ്ട. വേഗം അപ്പം ഡ്രൈപ്പ് ചെയ്ത് ഫോട്ടോസ് എടുത്തേക്കണം. അപ്പോൾ 2 കളേഴ്സായി. ഇനി നെക്സ്റ്റ് കളർ പിടിച്ചോ. ബ്ലൂ ഷെയ്ഡ്, പീച്ച് ഷെയ്ഡ്. ഇതിനെല്ലാത്തിനും ഒരു സിൽവർ ടച്ച് വരുന്നുണ്ട്. കാരണം ഇതിൻ്റെ ലെങ്ത് വൈസ് യാൻസിനകത്ത് ഒരു ഗ്രേ കളർ കയറി വരുന്നു അല്ലേ. ബ്യൂട്ടിഫുൾ കളക്ഷനാണ്. സൂപ്പർ നെറ്റ് കോട്ട ഇഷ്ടമുള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഓപ്ഷൻസ് ആണ്. മുട്ടുവരെയും പ്ലീറ്റ്സിൻ്റെ പോർഷനിൽ മുട്ടുവരെയും അല്ലാത്തൊട്ട് ഫുള്ളായിട്ടുമാണ് വന്നേക്കുന്നത്. 2-10 വരെയാണ് അപ്പർ പോർഷനിൽ വന്നേക്കുന്നത്. പ്ലീറ്റിൻ്റെ പോർഷനിൽ ഇതുപോലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഡബിൾ ലെയറിൽ പ്ലീറ്റ്സ് ഒന്ന് പെട്ടെന്ന് പിടിച്ച് കാണിക്കാം. നല്ല പ്ലീറ്റ്സ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഒരു നമുക്കത് ആക്ച്വലി ഒതുങ്ങി കിടക്കുന്ന പ്ലീറ്റ്സ് ആയിട്ടോ കിട്ടുന്നത്, ഒരുപാട് ഇങ്ങനെ വിടർന്ന് കിടക്കുന്നതല്ല. നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ. ഒരു പേളിൻ്റെ മാല ഇട്ടാൽ മാത്രം മതി. കുഞ്ഞൊരു പേൾ സ്റ്റഡും
കിട്ടാൻ നല്ല രസം. നല്ലതായിരിക്കും. പിങ്ക് ഒരു അനിയൻ പിങ്ക് അല്ലേ, ഒരു ചെറുതായിട്ട് ഇച്ചിരി ഒരു ലാവൻഡർ ടച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു ഓണിയൻ ടേസ്റ്റിലാണ് ആ സാരി വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ ഒക്കെ വന്നേക്കുന്ന ബ്ലൗസും കൂടെ ആയിട്ട് പെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ്, നല്ല രസമുള്ളൊരു കോമ്പിനേഷനാണ്. മറ്റൊരിത് ഇതിനകത്ത് വന്നേക്കുന്നതും അതിനകത്ത് വന്നേക്കുന്നതും ഓൾമോസ്റ്റ് സെയിം പിങ്ക് ടോൺസ് ആണ്. സിമിലർ ആണ്, പക്ഷെ ഡിഫറൻസ് വരുന്നുണ്ട്. ഒരു ചെറിയ ടിൻറ്റ് വ്യത്യാസമുണ്ട്. പക്ഷേ എങ്കിലും പിങ്കിൽ ഈ ഒരു വീഡിയോയ്ക്കകത്ത് 2 പ്രോഡക്റ്റ് കാണിക്കുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് കൺഫ്യൂഷൻ വരരുത്. അപ്പോൾ ഒരു കളറിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള കളറിൻ്റെ ഷെയ്ഡ്സ് അങ്ങ് കാണിച്ചാലുണ്ടല്ലോ കൺഫ്യൂഷൻ ഇല്ലാതെ. ഓക്കെ ഓക്കെ അല്ലേ, ഇതല്ലേ കളർ ഉള്ളൂ, വേറെ കളർ ഇല്ലല്ലോ. ഇല്ല, വേറെ ഇല്ല. പിന്നെ വരുന്നൊക്കെ ഗ്രേറ്റിൻ്റെ വരുന്നതാണ് കണ്ടോ. അപ്പം ഒന്ന് ബ്രൈറ്റർ പിങ്ക് ആണ്, രണ്ടും 2 ഡിഫറൻസ് ആണ്. അതെ, രണ്ടും 2 ലുക്കാട്ടോ. ഉടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടിനും 2 ഭംഗിയത്. ഇതിന് വേറൊരു ലുക്ക്. ഇനി അക്കരെ ഇരിക്കും ഇക്കരെ പച്ചാന്ന് ഫീൽ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. കാരണം ഗൗരിക്ക് അത് ഞെക്കാളും ഇഷ്ടപ്പെട്ടത് ഇതാണ്. എനിക്ക് പെട്ടെന്ന് അത് ഇങ്ങനെ ഡ്രൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് കുറച്ച് ചായ്വ് വന്നു. എനിക്ക് അതിനോടും ചായ വന്നിട്ടുണ്ട്. മിക്കവാറും അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമായിരിക്കും. ആൻഡ് ഇതിൻ്റെയും പ്രിന്റഡ് പാറ്റേണിൽ തന്നെ വന്നേക്കുന്ന ബ്ലൗസാണ്. കളർ ഷെയ്ഡ് വേഗം കാണിക്കാം. ഇതൊരു ഡസ്കി പിങ്ക് ആയിട്ടുള്ള ഒരു ടോൺ. അതിനകത്തും ഈ ഒരു 1 സൈഡ് ആണ് ആക്ച്വലി ബേജ് ഷെയ്ഡാണ്. അതാണ് ബേസിക്കലി ഇതിനകത്ത് വന്നിരിക്കുന്ന ഡിഫറൻസ്. അപ്പം മുന്നത്തെ സാരീസിൻ്റെ അകത്തൊക്കെ ഒരു ഗ്രേഷ് ടോൺ ആയിരുന്നു. ഇതിനകത്തൊരു ബേജ് ടിൻറ്റ് വരുന്ന ഷെയ്ഡിലാണ് ആ വീവിങ് സ്റ്റൈല് വാപ്പിയാൻസിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഡസ്കി പിങ്ക് നല്ല ഭംഗിയുള്ളൊരു ഷീനുള്ള ഒരു ഷെയ്ഡ്. കെയർലെസ് പ്ലീറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലും ഉൾവശത്തും ആ ട്വിസ്റ്റ് ഡിസൈനൊക്കെ നല്ല ഭംഗിയായിട്ടാണ് കിടക്കുന്നത്. ഇപ്പം ഇങ്ങനെ കണ്ടാൽ പോലും റോങ് സൈഡാണെന്ന് തോന്നത്തില്ല. അത് ഭയങ്കര നീറ്റ്ലി ഫിനിഷ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ക്യാഷ്വൽ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക്, ഞാനൊക്കെ ഈ സാരി ഡ്രേപ്പ് ചെയ്യുകയാണെങ്കിൽ ക്യാഷ്വൽ ആയിരിക്കും. ഇപ്പം നമുക്ക് ആ ടമ്മി ലൈൻസ് ഒന്നും ഒട്ടും വിസിബിൾ അല്ലാത്ത രീതിയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. അപ്പം ഡസ്റ്റി ടോണിൽ വന്നേക്കുന്ന ഇതൊരു ബേജ് ടോൺ. ഇനി ഒരു ലൈലാക്ക് കൊണ്ട് ബ്യൂട്ടിഫുൾ സീ ഗ്രീനിഷ് ബ്ലൂ സീ ഗ്രീനിഷ് ബ്ലൂ എന്ന് വേണമെങ്കിൽ വിളിക്കാം അല്ലേ. ഒരു ബ്രിഡ്ജിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. മാത്രമല്ല നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ ചെറിയൊരു കളർ ചേഞ്ചും അതിനകത്ത് കാണും. ചിലപ്പോഴൊക്കെ ഈ ഒരു ഷെയ്ഡിനകത്ത് അങ്ങനെ വരാറുണ്ട്. അപ്പോൾ സൂപ്പർനെറ്റ് കോട്ടയ്ക്കകത്ത് പേസ്റ്റൽ കളേഴ്സിൽ വരുമ്പോൾ നമുക്ക് അറിയാവുന്ന ആ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ആ സാരീസ് പിക്ക് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ലിമിറ്റഡ് നമ്പേഴ്സിലാണ് നമുക്ക് റെഡി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഗൗരി, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഗൗരി ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, ഇത് പക്ഷെ അത് എംബ്രോയിഡറി കോൺട്രാസ്റ്റ് ആണ്. ഇത് സെയിം കളർ തന്നെയാണ്. പക്ഷെ ഇതൊരു ഡസ്റ്റി ചാർട്ടും ഇത് ഇച്ചിരി കൂടെ ഒരു ബ്രൈറ്റർ ലുക്കിൽ വരുന്ന പേസ്റ്റൽസും ആണ്. യെസ്. അപ്പം ഇന്ന് നമ്മുടെ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കുന്നത് കാഷ്വൽ ലുക്കിലും അന്ന് പെയറിങ് ചെയ്യുന്നതും സ്റ്റൈലിംഗ് ചെയ്യുന്നതും അല്ലേ? അതെ, അതിനനുസരിച്ചിട്ടുള്ള വേരിയേഷൻസ് അതിനകത്ത് കൊണ്ടുവരാനും ഒക്കെ പറ്റുന്ന കളക്ഷനാണ്. അതായത് സിംഗിൾ ടോണിൽ ഇഷ്ടമുള്ളവർക്ക് ദീഗൗരി കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവരാം. രണ്ടും ഫ്ലോറലാണ്, എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡിഫറെൻറ്റ് ലുക്കാണ്. ആൻഡ് ഇതും അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. ക്ലോസറിൽ നോക്കുമ്പോൾ 1 by 1 ആയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. കോഡോ രണ്ടും YNG ആണ്. അത് YNG 334 എന്ന് പറയുന്ന കോഡിലാണ് വന്നിരിക്കുന്നത്. ഇതൊരു ചന്തേരി ബേസിൻ്റെ അകത്താണ് വരുന്നത്. ചന്തേരി ഫിനിഷിൽ 3059 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. അത് ചന്തേരി വിത്ത് ഡൈഡ് പീസിനകത്ത് എംബ്രോയിഡറി ചെയ്തേക്കുന്നുണ്ട്. ഇത് വന്നിരിക്കുന്നത് YNG 329 എന്ന കോഡിലാണ്. ഇത് 2869 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച്. ഇതിനകത്ത് വീവിങ് പാറ്റേണിനുള്ള ഫാബ്രിക്കിനകത്ത് ഇത് ബഗൽപൂരി വീവിങ് ആണ്. ബഗൽപൂരി വീവിങ്ങിനകത്ത് എംബ്രോയിഡറി, പോയിന്റ് എംബ്രോയിഡറി അല്ലേ? ക്രോസ് സ്റ്റിച്ചും പോയിന്റും ഉണ്ടോ? ക്രോസ് സ്റ്റിച്ച് ഉണ്ട്, പോയിന്റ് എംബ്രോയിഡറി ഉണ്ട്, ലൈറ്റ് ആയിട്ടാണ്. പിന്നെ ഒരു ഫില്ലിംഗ് സ്റ്റിച്ചസും കൂടെ വന്നിട്ടുള്ളതാണ്. ലീഫ് എല്ലാം ഒരു ക്രോസ് സ്റ്റിച്ച് പാറ്റേണും ഇതെല്ലാം. ഇപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഓപ്പൺ ചെയ്താലോ ഗൗരി? ഈ സാരീസ് ഉണ്ടല്ലോ, നമുക്ക് ഇൻ ബിറ്റ്വീൻ ഒരു ഭയങ്കര പെട്ടെന്ന് സെല്ലൗട്ട് ആയ ഒരു ബാംബുറ്റസ കളക്ഷൻ ഇല്ലേ, അതിന്റെ ഒരു എംബ്രോയിഡറി സ്റ്റൈൽ പോലെയാണ് വന്നിരിക്കുന്നത്. 4.5 to 6 റേഞ്ച് വന്നിട്ട് വരുന്നുണ്ടായിരുന്നു. ആ ലുക്ക് ഇച്ചിരിയും കൂടെ ഒരു കമ്പാരിറ്റീവ്ലി റേഞ്ച്. അത് 3059 ആണ്. YNG 334 അല്ലേ? ഓപ്പൺ ചെയ്യട്ടെ. കസ്റ്റമേഴ്സിന് ഒരു ഇത് എന്താ പറയുക, ഒരു ഡിസ്റ്റർബൻസ് ആണോന്ന് അറിയില്ല. പേപ്പറിന്റെ കുറച്ച് കിലുക്കം ഇടക്കിടയ്ക്ക് നമ്മളുടെ ഈ വീഡിയോസിൽ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇതിനകത്തെല്ലാം ആ ഒരു സ്റ്റിക്കി മറ്റേ പേപ്പർ മാറ്റിയിട്ട് ബട്ടർ പേപ്പർ വെച്ചേക്കുന്ന കാരണം ഇച്ചിരിയും കൂടെ സോഫ്റ്റാണ്. പേപ്പർ സോഫ്റ്റാ,
പക്ഷെ സൗണ്ട് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്നവരാണെങ്കിൽ ഒന്നും മ്യൂട്ട് ചെയ്യിക്കാനും കുഴപ്പമില്ല കേട്ടോ. എല്ലാം കളേഴ്സ് ഭയങ്കര രസമാണ് കേട്ടോ. ഇതിൻ്റെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ഒന്ന് ക്ലോസറിൽ നോക്കി കേട്ടോ. എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ഞാനൊന്ന് ക്ലോസറിൽ കാണിച്ചു തരാം. ഇതുണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫ്ലോറൽ പാറ്റേൺ, സെൽഫ് കളറിൽ, എന്നാൽ ഒരു ജോമെട്രിക്കൽ ലൈൻ ഡിസൈൻസ്. അതെ, ഒരു 3D ഇഫക്റ്റ് പോലെയാണ് കേട്ടോ അതിൻ്റെ ഒരു, അത് ആ ഒരു എഡ്ജി ആയിട്ടുള്ള ഡിസൈൻസ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നു. ആൻഡ് അതിനകത്ത് ഫ്ലോറൽ ഭംഗി, നല്ല ഭംഗിയായിട്ട് ഫുള്ളി കവേർഡ് ആയിട്ടാണ് കേട്ടോ. എംബ്രോയിഡറി നല്ല ഹെവി ആയിട്ടുള്ള ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം സട്ടിലും ആണ്. നമുക്ക് ഒക്കേഷണൽ വെയറിന് പെർഫെക്റ്റ് ആയിട്ടുള്ള എനിക്കിത് കണ്ടിട്ടുണ്ടല്ലോ ഗൗരി, കോൺട്രാസ്റ്റ് ആയിട്ടുള്ള മാലകളുണ്ടല്ലോ. ഇപ്പം ഇതിന്റെ കൂടെ ഈ പിങ്ക് കളറിലെയും പേളിന്റെയും കൂടെ കോമ്പിനേഷനിലുള്ള മാലകളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. വൈറ്റും പിങ്കും മറ്റേ ഗ്രേയും പിങ്കും അങ്ങനെയൊക്കെയുള്ള കോമ്പിനേഷൻസ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു യുണീക്ക് സ്റ്റൈല് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പം ഇതതിൻ്റെ അടുത്ത പിങ്ക് ഷെയ്ഡ്. ഇനി വന്നേക്കുന്നത് ഏതാ? ഇനി നമുക്ക് ഒരു ബ്ലൂ ടോൺ വരുന്നുണ്ട്. അതെ, ഇത് രണ്ടും കൂടെ കണ്ടോട്ടെ. ഇത് രണ്ട് ഡിഫറെന്റ് ഷെയ്ഡാണ്. ഒന്ന് ഗ്രീൻ ആണ്, ഒന്ന് ബ്ലൂ ആണ്. പിങ്കിന്റെ കൂടെ പീച്ച് ഉണ്ട്. ആൻഡ് ഒരു നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ്. യെല്ലോ എന്ന് പറഞ്ഞാലും ഒരു ബേജ് ചേർന്നിട്ടുള്ളൊരു യെല്ലോ എന്ന് പറയാൻ പറ്റില്ല. ഗോൾഡൻ യെല്ലോ, ഗോൾഡന്റെ ഒരു മ്യൂട്ടഡ് ഷെയ്ഡ്, ഗോൾഡൻ ബേജ് എന്ന് പറയുന്നതായിരിക്കും അങ്ങനെയും പറയാം ഇല്ലേ? ആ ഒരു ഒട്ടും ഫ്ലാഷി അല്ലാത്ത വളരെ സട്ടിലായിട്ട് നിൽക്കുന്ന ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അപ്പം എല്ലാത്തിൻ്റെയും എംബ്രോയിഡറി ഡീറ്റെയിൽസ് ഇതിലാണ് വന്നേക്കുന്നത്. YNG 334 എന്ന കോഡിൽ 3000. ബ്ലൗസ് സോളിഡും ആണ് കേട്ടോ, സിംഗിൾ കളർ. അപ്പം അതിനകത്ത് കൂടുതലൊന്നും ചെയ്യണ്ട, സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺ സ്റ്റൈൽസ് ചെയ്ത് വേറെ ചെയ്യാം. ഇപ്പോൾ യങ്സ്റ്റേഴ്സിനാണെങ്കിൽ വീനെക്ക് പാറ്റേൺ വിത്ത് ബാക്കിലൊരു പോട്ട്ലി ഡീറ്റെയിലിംഗ് കൊടുത്ത് ചെയ്യാം. അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു വൈഡ് സ്ക്വയർ യൂനെക്ക് കൊടുത്താലും നല്ല. ഇതിപ്പോൾ നമ്മൾ എൽഡേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെഗുലർ ബ്ലൗസസിന്റെ ഒരു സ്റ്റൈലിലോട്ട് പോവാം. യങ് ക്രൗഡ് ആണെന്നുണ്ടെങ്കിൽ ഹോൾട്ടേഴ്സ് പോലെയുള്ള ഹോൾട്ടർ സ്ലീവ്ലെസ് ഒക്കെ നല്ല സ്റ്റൈലായിരിക്കും കേട്ടോ. എൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു പേൾ ഡീറ്റെയിലിംഗ് ആ ബ്ലൗസിൽ കൊടുത്താലും. ഇപ്പം യങ്സ്റ്റേഴ്സിന് ആർക്കും തന്നെ മാല ഇടുന്നതിനെ കുറിച്ചൊന്നും വലിയ താല്പര്യമില്ല. എല്ലാവരും റെയർ നെക്ക് കണ്ടോ. ഇന്ന് തന്നെ ഗൗരി ഇപ്പം കൊടുത്തിരിക്കുന്നത് LPയുടെ സാരിയാണ് അല്ലേ? സൂപ്പർ നെറ്റ് കോട്ടയിൽ വന്നേക്കുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള. അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് മെഷ് ലുക്കിൽ വന്നേക്കുന്നത് സെക്കൻഡ് ബോർഡർ പാറ്റേൺ ആണ്. അപ്പം ഇതെല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ ഫോട്ടോസ് അവൈലബിൾ ആണ് കേട്ടോ. 2 കളേഴ്സ്, മെറൂണും. അപ്പം ഇത് കണ്ടോ, ഗൗരി ഇന്നിപ്പോൾ ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മീനാക്കാരിയുടെ ജ്വല്ലറി ഒക്കെ നെക്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് മാല വേണോ മാം എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാല വേണ്ട, നല്ല ഭംഗിയാണ്. നമ്മുടെ കസ്റ്റമേഴ്സിന് അത് തോന്നുന്നില്ല. നല്ല ഭംഗിയായിട്ട് സിമ്പിളായിട്ട് ഉടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ല സാരീസ് അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കളർ ഷെയ്ഡ്സ് വന്നേക്കുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു. ഒരു കളറും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് കാണിക്കാം. എന്നാൽ എല്ലാത്തിൻ്റെയും സെയിം പാറ്റേൺ തന്നെയാണ് വന്നേക്കുന്നത്. ഇനി ഒന്ന് ക്ലോസറിൽ അതിൻ്റെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എംബ്രോയിഡറിയുടെ ഡീറ്റെയിൽ കണ്ടോ, ഫ്ലോറൽ പാറ്റേൺ ആണ്. ഒരു സാറ്റിൻ സ്റ്റിച്ച് കൊടുത്തുകൊണ്ട് ഷെയ്ഡിങ് അല്ലേ, ഫില്ലിംഗ് പാറ്റേൺ ഇല്ലാതെ ആ ഒരു ഷെയ്ഡിങ് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് പോയിൻ്റ് എംബ്രോയിഡറിയുടെ ഒരു ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ക്രോസ് സ്റ്റിച്ചിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഈ ഒരു ഫ്ലവർ ബഞ്ചിൽ നിന്ന് കണ്ടിന്യൂറ്റി വരുന്നത് പോലെയാണ് ത്രൂ ഔട്ട് ദ സാരിയിൽ. ഇതും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് തരാം കേട്ടോ. അപ്പം ഞാൻ ഡ്രേപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് ഗ്രീൻ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള കളേഴ്സ് ആട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സാരി. നല്ല കളേഴ്സ്. സമയമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനും എല്ലാം ഡ്രേപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഷെയ്ഡ് പാറ്റേൺസ് ആണ് ഇതിനകത്ത് എല്ലാം വന്നേക്കുന്നത്. സോളിഡ് ബ്ലൗസസ് ആയത് കാരണം തന്നെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാനും നല്ല ഭംഗിയായിരിക്കും അല്ലേ? ഇനി നമുക്ക് ഞാൻ എടുത്തു വെച്ചിരുന്ന കളേഴ്സ് കാണിക്കാം അല്ലേ? നെക്സ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ എടുത്തു വെച്ചിരുന്നത് ഞാൻ എൻ്റെ ഇടയ്ക്ക് ഇൻട്രപ്റ്റ് ചെയ്ത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള സാരീസ്. ഗൗരി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്തരാം. ഞാൻ പേപ്പറിങ് എടുക്കാം. ഗൗരി ഓപ്പൺ ചെയ്തോ, അപ്പോഴത്തേക്കും ഞാൻ പേപ്പറിങ് എടുക്കാം. ഓക്കെ, നമ്മുടെ കസ്റ്റമേഴ്സിന് ഒത്തിരി സൗണ്ട് ഇല്ലാതെ നമുക്ക് ഇത് ചെയ്യാം. ത്രൂ ഔട്ട് ദ സാരി ഇച്ചിരി തിന്നാണ് കേട്ടോ. നമ്മൾ മറ്റേ സാരി ചന്തേരി കണ്ടപ്പം ഇച്ചിരിയും കൂടെ തിക്കായിരുന്നെങ്കിലും ഇത് ഇച്ചിരിയും കൂടെ തിന്നാണ്. ഓർഗൻസയുടെ ഒക്കെ ആ ഒരു ഫീലിലാണ് വന്നേക്കുന്നത്. എന്നാൽ ഓർഗൻസ അല്ല താൻ. അതിന്റെ ഒരു അതെ, ചന്തേരിയുടെ തന്നെ ഒരു വീവിംഗ് സ്റ്റൈൽ അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ബഗൽപൂരിൽ 999 ഒത്തിരി സാരീസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിനകത്തെല്ലാം നമ്മൾ ആ വീവിംഗ് സ്റ്റൈൽ, കെസിയ വീവിംഗ് സ്റ്റൈൽ എന്ന് പറയാറില്ലേ, ആ സ്റ്റൈൽ പാറ്റേൺസ് ഇൻഡിവിജ്വൽ ഗ്യാപ്പിൽ വീവ് ചെയ്ത് വന്നിരിക്കുകയാണ്. ആ ഓരോ ഗ്യാപ്പിനകത്തും ഓൾട്ടർനേറ്റ് ആയിട്ട് ഫ്ലോറൽ. ഇത് ഭയങ്കര ഒരു സോഫ്റ്റ് ലുക്കിംഗ് ആയിട്ട് വരുന്ന ഭയങ്കര ഇഷ്ടമാട്ടോ. ഇതിൻ്റെ ബിഗ് ബ്ലൗസ് സോളിഡ് ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് വന്നേക്കുന്നത്. പക്ഷേ ഓഫ് വൈറ്റ് കളറിലെ ബ്ലൗസ് ഉണ്ടെങ്കിൽ, ലക്നൗവി ബ്ലൗസസ് ഉണ്ടെങ്കിൽ
ഇതിൻ്റെയൊക്കെ കൂടെ ഭയങ്കര രസമായിരിക്കും. ഗൗരി അപ്പോൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ ആ ലക്നൗവി ബ്ലൗസോ ഓക്കെ ഉണ്ടോ? ഉണ്ട്, ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. അപ്പം ആ ബ്ലൗസിൻ്റെ കൂടെയൊക്കെ ഒന്ന് പെയർ ചെയ്യുവാണെങ്കിൽ നല്ല സ്റ്റൈലായിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം ദേ ഇത്രയും കളർ ഷെയ്ഡ്സ് ഉണ്ട്. 1 by 1 ആയിട്ട് നമുക്ക് ഗൗരിയുടെ വെച്ച് കാണാം. ഫസ്റ്റ് കളർ നമ്മൾ ഓൾറെഡി കണ്ടു. ഇതിൻ്റെ കോഡ് വന്നേക്കുന്നത് YNG 329. അതെ 329 2869 ആണ് കേട്ടോ. ആദ്യത്തെ സാരി നമുക്ക് 3000 റേഞ്ച് ആയിരുന്നെങ്കിൽ ഈ സാരി വന്നേക്കുന്നത് 2000 റേഞ്ചിലാണ്, 2800 റേഞ്ചിലാണ്. ആൻഡ് ഇതിനകത്ത് പല്ലുവിൽ നമുക്ക് ഒരു സീക്വൻസ് വീവിങ്, അത് കുഞ്ഞ് സിൽവർ സീക്വൻസിൻ്റെ മൈക്രോ സീക്വൻസ് വെച്ചിട്ടുള്ള ഒരു വീവിങ് സ്റ്റൈലാണ്. ഇതിനകത്ത് ഏറ്റവും ഭംഗി അതിന് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ എംബ്രോയിഡറി ഡീറ്റെയിലിങ്ങിലാണ് കേട്ടോ. ഇതുണ്ട്, ഇത്രയും ട്രാൻസ്പെറൻ്റ് ആണ് ഈ സാരി. വളരെ തിന്നാണ്. ബ്ലൗസ് സെയിം തയ്ക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒത്തിരി ടൈറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഒരു ബോക്സ് പ്ലീറ്റ് കൊടുത്തിട്ട് ഇവിടെ ഇച്ചിരി പഫ് കൊടുക്കുന്നതായിരിക്കും നല്ല. ഈ ഒരു പോർഷനിലൊക്കെ വലിയാൻ ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ പിടിച്ചാൽ വലിയൊന്നല്ല നമ്മൾ പറയുന്നത്. ടൈറ്റ് ഫിറ്റിൽ നമ്മൾ ഒത്തിരി നേരം സ്വെറ്റ് ഒക്കെ ചെയ്ത് നമ്മളുടെ റെഗുലർ വെയറിൽ നമ്മൾ ഒരുപാട് മൂവ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് ഇറ്റ്സ് ബെറ്റർ ടു ഗോ ഫോർ എ കംഫർട്ട് ഫിറ്റ്. കോട്ടൺ ലൈനിങ് ഇട്ട് തന്നെ, നല്ല ക്വാളിറ്റി കോട്ടൺ ലൈനിങ് ഇട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്ലീവ്സും വിത്ത് ലൈനിങ് തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഇത് തിൻ ഫാബ്രിക് ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഡീറ്റെയിലിംഗ് എടുത്ത് പറയുന്നത്. നമ്മൾ തിൻ ഫാബ്രിക് ഇസ് നോട്ട് ബാഡ് ഫാബ്രിക്, അത് അതിൻ്റെ ഒരു ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റിയാണ്. അത് നല്ല ഭംഗിയായിട്ട് നമുക്കത് വെയർ ചെയ്യുമ്പോൾ കിട്ടുകയും ചെയ്യും. അങ്ങോട്ട് കൊടുത്തില്ല, നല്ല രസമുള്ള കളർ. അപ്പോൾ അത് കാരണം ഞാനത് എൻ്റെ ദേഹത്തോട്ട് തന്നെ അങ്ങ് വെച്ചു കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡ്. ആൻഡ് ഈ ഒരു പോർഷനിൽ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ എംബ്രോയിഡറി ഡീറ്റെയിലിങ്ങിൻ്റെ കൂടെ എല്ലാത്തിനകത്തും സെയിം എംബ്രോയിഡറി ഡിസൈനാണ്. എന്നാൽ അതിൻ്റെ കൂടെ കോംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്ന കളർ ഷെയ്ഡ് ഗ്രീനിനകത്ത്, ഇപ്പോൾ ഫസ്റ്റിനകത്ത് ഇച്ചിരി ഗ്രീനിഷ് ആയിരുന്നെങ്കിൽ രണ്ടാമതിനകത്ത് ഒലീവ് വന്നു. ഒരു ശ്രദ്ധിച്ചായിരുന്നത് ഒലീവ് വന്നു. ഇപ്പോൾ ഇതിനകത്ത് വന്നപ്പോഴത്തേക്കും ഗ്രേ കോമ്പിനേഷൻ വന്നു. ഇനിയിപ്പോൾ അടുത്തെടുത്തോ നെക്സ്റ്റ് നല്ല യെല്ലോ ഇന്ന പോർഷനിൽ, ഇത് രണ്ടും വയലറ്റ്. ഇന്ന പോർഷനിൽ വരുന്ന ഷെയ്ഡ്സും ആക്ച്വലി ബേസ് കളറിൻ്റെ തന്നെ ഒരു ടോണിൽ വേരിയേഷനിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ് നമ്മൾ ഇന്ന് അവൈലബിൾ ആക്കി. ഇതും കൂടെ നിവർത്തി കാണിച്ചേക്കാം അല്ലേ. അപ്പം ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യാം. YNGയുടെ 2 കോഡ്സാണ് 329 334. 334 നമ്മൾ ആദ്യം കണ്ട സിംഗിൾ ടോൺ എംബ്രോയിഡറി പാറ്റേണിൽ വന്നിരിക്കുന്നത് ചന്ദേരി ഫാബ്രിക്കിനകത്ത് ഡസ്റ്റി കളർ ചാർട്ടിൽ. അതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 3059 ആയിരുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബഗൽപൂരി വീവിങ് പാറ്റേണിൽ വന്നിരിക്കുന്ന ഈ ബ്യൂട്ടിഫുൾ സാരീസിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 2869.